അമേരിക്കയിൽ ജോ ബൈഡന്റെ ഭരണകാലയളവിൽ വിവിധ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് നൽകിയ ഗ്രീൻ കാർഡുകൾ പുനഃപരിശോധിക്കാൻ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഉത്തരവിട്ടതോടെ എല്ലാവിധ കുടിയേറ്റ അപേക്ഷകളുടെയും പ്രോസസ്സിംഗ് വൈകാൻ സാധ്യതയേറുകയാണ്. ഇക്കാര്യം ശരിവെച്ച് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസിലെ മുൻ ഉദ്യോഗസ്ഥരും രംഗത്ത് എത്തിയിട്ടുണ്ട്. വാഷിംഗ്ടൺ DC-യിൽ നാഷണൽ ഗാർഡ് അംഗങ്ങൾക്ക് നേരെ ഉണ്ടായ ആക്രമണത്തെ തുടർന്ന് 19 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് അനുവദിച്ച ഗ്രീൻ കാർഡുകൾ പുനഃപരിശോധിക്കാനാണ് നിർദ്ദേശം. കൂടാതെ ഇക്കാലയളവിൽ അംഗീകരിച്ച അഭയാർത്ഥി അപേക്ഷകളും പുനഃപരിശോധിക്കാൻ ട്രംപ് ഭരണകൂടം ഉത്തരവിട്ടിട്ടുണ്ട്. ഇത് നിലവിലുള്ള അപേക്ഷകളുടെ ബാക്ക്ലോഗ് വർദ്ധിപ്പിക്കുമെന്നും പുതിയ അപേക്ഷകളുടെ പ്രോസസ്സിംഗിനെ സാരമായി ബാധിക്കുമെന്നും സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസിലെ മുൻ റെഫ്യൂജി ആൻഡ് ഇന്റർനാഷണൽ ഓപ്പറേഷൻ ചീഫ് ഓഫ് സ്റ്റാഫ് റിക്കി മുറെ പറയുന്നു. ട്രംപ് ഭരണകൂടത്തിന്റെ നിർദ്ദേശം ബാക്ക്ലോഗിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് അദ്ദേഹം പറയുന്നു. ലക്ഷക്കണക്കിന് അപേക്ഷകൾ പുനഃപരിശോധിക്കാൻ ആളുകളെ അല്ലെങ്കിൽ വിഭവങ്ങളെ കണ്ടെത്തേണ്ടി വരും. ഇതിനുവേണ്ടി കൂടുതൽ ജോലി ആവശ്യമായി വരും. വിഭവങ്ങൾക്ക് പരിമിതികളുണ്ട്. സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ഈ പുനഃപരിശോധനയ്ക്കായി സമയം മാറ്റിവെക്കുന്നതിനാൽ പുതിയ അപേക്ഷകളുടെ പ്രോസസ്സിംഗിന് കാര്യമായ കാലതാമസം പ്രതീക്ഷിക്കാമെന്നും അദ്ദേഹം ശരിവെച്ചു. ഒറ്റപ്പെട്ട ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കി ആയിരക്കണക്കിന് കുടിയേറ്റക്കാരുടെ ആനുകൂല്യങ്ങളുടെ സാധ്യതയെ ചോദ്യം ചെയ്യുകയാണ്. ഇവരിൽ ഭൂരിഭാഗം പേർക്കും ഈ ഒറ്റപ്പെട്ട സംഭവവുമായി യാതൊരു ബന്ധവുമില്ല. 19 രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗത്തിനും ഈ സംഭവവുമായി യാതൊരു ബന്ധവുമില്ല. കൂടാതെ ഈ മെമ്മോ പുറത്തിറങ്ങാൻ കാരണമായ ഹീനമായ സംഭവവുമായി ബന്ധമുള്ള അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ളവർ പോലും വളരെ പരിമിതമാണെന്നും റിക്കി മുറെ വ്യക്തമാക്കി. കഴിഞ്ഞയാഴ്ച വാഷിംഗ്ടൺ DC-യിൽ 2 നാഷണൽ ഗാർഡ് അംഗങ്ങൾക്കെതിരെ നടന്ന ആക്രമണത്തിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ സംഭവ വികാസം. ആക്രമണം നടത്തിയ അഫ്ഗാൻ പൗരൻ റഹ്മത്തുള്ള ലഖൻവാൾ അറസ്റ്റിലായിരുന്നു. ഇയാൾ 2021 സെപ്റ്റംബറിൽ ബൈഡൻ ഭരണകൂടത്തിന്റെ കാലത്താണ് US-ൽ പ്രവേശിച്ചത്. ട്രംപ് ഭരണത്തിലിരിക്കെ ഈ വർഷം ഏപ്രിൽ മാസമാണ് അഭയാർത്ഥി അപേക്ഷ അംഗീകരിച്ചത്. അതേസമയം 19 രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ കുടിയേറ്റ അപേക്ഷകളും പുനഃപരിശോധന പൂർത്തിയാകുന്നതുവരെ ഭരണകൂടം നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഗ്രീൻ കാർഡ് അപേക്ഷകൾ, പൗരത്വ അപേക്ഷകൾ, അഭിമുഖങ്ങൾ, പൗരത്വ വിതരണ ചടങ്ങുകൾ എന്നിവയെല്ലാം നിർത്തിവെച്ചു. തുർക്ക്മെനിസ്ഥാൻ, എറിട്രിയ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, മ്യാൻമാർ, ലിബിയ, ചാഡ്, സുഡാൻ, ലാവോസ്, യമൻ, ടോഗോ, സിയറാലിയോൺ, സൊമാലിയ, ബുറുണ്ടി, ഇക്വറ്റോറിയൽ ഗിനിയ, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ക്യൂബ, ഹൈത്തി, വെനസ്വേല എന്നീ രാജ്യങ്ങൾക്കെതിരെയാണ് നടപടിയുണ്ടായത്. ദാരിദ്ര്യം, സംഘർഷം, രാഷ്ട്രീയപരമായ അസ്ഥിരത എന്നിവ നേരിടുന്ന ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഇത് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. മാസങ്ങളോ വർഷങ്ങളോ കാത്തിരുന്ന പലർക്കും അവരുടെ അഭിമുഖങ്ങൾ റദ്ദാക്കിയതായി അറിയിപ്പ് ലഭിച്ചിരുന്നു. നിലവിലെ നടപടികൾ രാജ്യസുരക്ഷ ഉറപ്പാക്കാനാണെന്നാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ വിശദീകരണം. പൗരത്വം തേടുന്ന വ്യക്തികളിൽ ഏറ്റവും മികച്ചവരെ മാത്രം തിരഞ്ഞെടുക്കാൻ ട്രംപ് ഭരണകൂടം എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പൗരത്വം ഒരു അവകാശമല്ല, മറിച്ച് ഒരു പ്രത്യേക ആനുകൂല്യമാണെന്നുമാണ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് വ്യക്തമാക്കുന്നത്. അതേസമയം പുതിയ തീരുമാനം അഭയാർത്ഥി അപേക്ഷകൾ തീർപ്പാകാതെ കാത്തിരിക്കുന്ന 1.5 ദശലക്ഷത്തിലധികം ആളുകളെ ബാധിച്ചേക്കാം. ബൈഡൻ ഭരണകൂടം അഭയം നൽകിയ 50,000-ലധികം പേരെ വീണ്ടും പരിശോധിക്കാനും സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇതേ തുടർന്ന് അമേരിക്കയിലുടനീളമുള്ള ഇമിഗ്രേഷൻ അഭിഭാഷകർ ആശയക്കുഴപ്പത്തിലാണെന്ന് ന്യൂയോർക്ക് ടൈംസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു.